വചനമൊഴി ആഗസ്റ്റ് 11. വചനഭാഗം യാക്കോബ് 2:21-26, മത്തായിയുടെ സുവിശേഷം 23:34-39. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അതുകൊണ്ട് ഇതാ, പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നീതിമാനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയുടെ പുത്രൻ സക്കറിയയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട നീതിയുടെ രക്തം മുഴുവൻ നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ, നിങ്ങളുടെ ഭവനം വ്യക്തിത്വവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ജെറുസലേം പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വചനമാണ്. അവിടുന്ന് ജെറുസലേമിനെ ഓർത്ത് വിലപിക്കുകയും ജെറുസലേമിന് വരാനിരിക്കുന്ന തകർച്ച മുൻകൂട്ടി പ്രവചിക്കുകയുമാണ് ചെയ്യുന്നത്. ജെറുസലേം എന്ന് പറയുന്നതിലൂടെ ഉപദേശിക്കുന്നത് ഇസ്രായേൽ ജനതയാണ്. ഇസ്രായേൽ ജനതയെ ദൈവഹിതത്തോട് ചേർത്ത് നിർത്തുവാനായിട്ടുള്ള ദൈവിക പദ്ധതി അത് പ്രവാചകന്മാരിലൂടെ പ്രഘോഷിക്കപ്പെടുകയും പല വിധത്തിൽ അവരെ ദൈവഹിതത്തോട് ചേർത്ത് നിർത്തുവാൻ ദൈവം ചരിത്രത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. എങ്കിലും കർത്താവിന്റെ സ്വരം കേൾക്കാതെ മിശിഹായെ പരിത്യജിച്ച ഇസ്രായേലിനെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്. കർത്താവിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കാതെ, കർത്താവിന്റെ ഹിതം പ്രവർത്തിക്കാതെ പല പ്രാവശ്യം വചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടും വചനം സ്വീകരിക്കാതെ കർത്താവിന്റെ സ്വരത്തെ അവഗണിക്കുന്നവരെ കർത്താവും അവഗണിക്കുന്നു. ആ അവഗണന ഒരു മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണെന്നാണ് തിരുവചനം പറയുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ഏറ്റു പറയുന്നിടം വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന്. അതായത് കർത്താവ് ഇസ്രായേലിനെ പരിത്യജിക്കുന്നത് അവരെ കർത്താവിന്റെ നാമത്തിലേക്ക് തിരിച്ചു വരുന്നതിനും കർത്താവിനെ പ്രഘോഷിക്കുന്നതിന് അവരെ ഒരുക്കുന്നതിനും വേണ്ടിയാണ്. അനുദിന ജീവിതത്തിൽ ചിലപ്പോൾ കർത്താവിന്റെ പക്കൽ നിന്നും പരിത്യജിക്കൽ അനുഭവിക്കുന്നത് പോലെ നമുക്കും വരാം. അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന ചിന്ത നമുക്ക് വരാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുന്നത് പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതിരിക്കുന്നതെന്ന അനുഭവം നമുക്കുണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മെ വിശുദ്ധീകരിക്കുന്നതിന്, നമ്മെ മാനസാന്തരപ്പെടുത്തുന്നതിന്, കർത്താവിനെ കൂടുതൽ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നതിനായിരിക്കാം. കർത്താവിന്റെ വചനത്തെ അവഗണിക്കാതെ ദൈവവചനത്തോട് ചേർന്ന് നിന്ന് അനുദിന ജീവിതത്തിൽ മിശിഹായെ അനുഭവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.